അങ്ങനെ വെറൈറ്റി കാര്യങ്ങൾ വന്നാലേ ഉള്ളൂ ശ്രദ്ധിക്കപ്പെട്ടു. ഇന്ന് ഞങ്ങളിവിടെ സെവനയുടെ ചായ കുടിക്കാൻ പോകുന്നത്. നമ്മുടെ അസിസ്റ്റന്റ് ക്യാമറ ആയിട്ട് വന്നില്ലായിരുന്നേക്കാണ്. അച്ഛനാ എഴുന്നേരെ, നമുക്ക് പോകാൻ പോകാം. 7-ലാണെങ്കിൽ പോകാം. എഴുന്നേരെ. അപ്പോൾ ഗൈസ് നമുക്ക് ഉറങ്ങി എഴുന്നേറ്റിട്ട് കാണാം. അപ്പോൾ അതുവരെ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിലെ 7-Eleven എന്ന് പറയുന്ന ഫ്യൂൽ സ്റ്റേഷനിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മളിപ്പം ഈ വ്ലോഗിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻസ് അവിടെ നിന്നാണ് മെയിനായിട്ട് ഈ കാപ്പി കുടിക്കുന്നത്. കാപ്പിയിൽ ഈ ഓസ്ട്രേലിയൻസ് അഡിക്റ്റഡ് ആണ്. അവർ രാവിലെ ഇവരെ മിക്ക ജോബിന് ഏർലി സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ ഇവരിവിടെ വന്ന് എന്തെങ്കിലും ഒരു കാപ്പി കുടിച്ചിട്ടാണ് ഇവരുടെ ഡേ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ആ ഫ്യൂൽ സ്റ്റേഷൻ്റെ കാപ്പിയാണ്. കോഫി $1, $2, $3 മെയിനായിട്ട് കാപ്പി കുടിക്കുന്നത് കിട്ടുന്നത്. അതിനെപ്പറ്റി കൂടുതൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ തൊട്ടടുത്ത് 7-Eleven ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അപ്പോൾ അവിടെ പോകുന്ന വഴി കുറച്ച് റോഡ് കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ സമയമാണ് ഇവിടെ ട്രാഫിക് കൂടുതൽ വരുന്നത്. കാരണം ഈ സമയം നമ്മളിപ്പോൾ ഏകദേശം ഒരു 3-4 മണി സമയമായി ഇവിടെ സമയം. ഈ സമയത്താണ് ഇവിടെ ഏകദേശം ചില ജോലികളൊക്കെ ഈവനിങ് ഷിഫ്റ്റ് തുടങ്ങുന്ന സമയം. അപ്പം ഈ മോർണിംഗ് ഷിഫ്റ്റ് ചെയ്തവരൊക്കെ തിരിച്ചു പോകുന്നതും ഈവനിങ് ഷിഫ്റ്റിനുള്ള ആൾക്കാർ പോകുന്ന സമയങ്ങളാണ് ഈ സമയങ്ങൾ. അപ്പോൾ ഈ സമയത്ത് പൊതുവെ റോഡുകളിൽ ട്രാഫിക് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഇതുവഴിയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഇത്രയും ട്രാഫിക് ഒന്നും കാണത്തില്ല. ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് പോകാമെന്നുള്ള കാര്യമുള്ളൂ. എന്താ ഈ സമയം ആയതുകൊണ്ടാണ് ഇതുപോലത്തെ ട്രാഫിക്കാണ്. ഇന്നെങ്കിൽ ഇത്രയുള്ള വണ്ടി എനിക്ക് നാട്ടിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. മറ്റേ ഐസ്യൂസിൻ്റെ ഒരു വണ്ടി ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത്രയുള്ള ഈ ബ്ലാക്ക് കളറിലെ വണ്ടി നാട്ടിൽ ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ഒരു ഫേമസ് വണ്ടിയാണ് ഈ ഫോർഡിൻ്റെ. ആ ബ്ലാക്ക് മോഡൽ ഫോർഡിൻ്റെ ഹൈലക്സ് എന്ന് പറയും. അത് ഇവിടുത്തെ ഒരു ടോപ്പ് വണ്ടിയാണ്. പിന്നെ അതിനൊരു ഏകദേശം ഇവിടെ $60,000 ഒക്കെ വില വരുന്ന വണ്ടിയാണ് ആ വണ്ടി എന്ന് പറയുന്നത്. ഈ റോഡെന്ന് പറയുന്നത് 80 സോൺ ലിമിറ്റ്സ് 80 സോൺ റോഡാണ്. പക്ഷേ നമ്മളിപ്പോൾ ട്രാഫിക് ആണ്. നമ്മളിപ്പോൾ പോകുന്ന ഒരു 60-60ലാണ് നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ ഈ റോഡിൽ 80-ൽ പോകുന്നത്. നമുക്ക് സൈഡിൽ ബോർഡ് നോക്കി കാണാൻ പറ്റും. സ്പീഡ് ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ട്. ഹെവി ഫൈൻസ്, ലോസ് ഓഫ് ലൈസൻസ് 80 എന്ന് പറഞ്ഞ് റെഡ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്യാമറ കാണിച്ചത് ഇവിടുത്തെ എവിടെയാണ്. ഇച്ചിരി സ്ലോയിൽ പോകാം. ഞാനിപ്പോൾ പോകുന്ന സ്പീഡ് 50 കിലോമീറ്ററാണ്. പക്ഷേ ഇവിടുത്തെ റോഡിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 80 കിലോമീറ്റർ ഉണ്ട്. അതാണ് ഇവിടുത്തെ ക്യാമറ എന്ന് പറയുന്നത്. നമ്മൾ 80 കിലോമീറ്റർ 81-82 കിലോമീറ്റർ ആയി ഒടുക്കത്തെ ഫൈൻ നമുക്ക് വരികയും ചെയ്യും. എനിക്ക് ഇവിടെ 2-3 ഫൈൻ ഇവിടെ അടിച്ചിട്ടുള്ളതാണ് ഈ ഹെവി പോയതിന്, സ്പീഡിൽ പോയത്. നാട്ടിലെ ടോട്ടൽ ഡിഫറൻറ്റ്. നാട്ടിലിരിക്കുന്ന കഴിഞ്ഞ വട്ടം ഞാൻ വന്നപ്പോൾ അടിച്ച് 2 ക്യാമറ അടിച്ച് ഒരു ക്യാമറയ്ക്ക് 200, ഒരു ക്യാമറയ്ക്ക് 300 രൂപ എനിക്ക് ആയിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഏകദേശം ട്രാവൽ ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ 3-3:45 സമയമായി വൈകുന്നേരം. അപ്പോൾ ആ സമയമായിട്ടാണ് ഇവിടെ ഇത്ര ട്രാഫിക് വരുന്നത്. അല്ലെങ്കിൽ ഈ റോഡെന്നൊക്കെ പറഞ്ഞാൽ 80 കിലോമീറ്റർ സോണിൽ വരുന്ന റോഡാണ്. അല്ലെങ്കിൽ 80 കിലോമീറ്റർ സ്പീഡ് സോൺ തന്നെയാണ്. പക്ഷേ ഈ സമയമായതുകൊണ്ടാണ് ഇവിടെ ഈ ഇത്ര തിരക്ക് വരുന്നത്. നമ്മളിപ്പോൾ ലെഫ്റ്റിലേക്ക് പോകേണ്ട ടവറാജ് റോഡ് എന്ന് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റോഡൊക്കെ എനിക്ക് ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് കവർ ചെയ്യണത്. ഇപ്പോൾ ട്രാഫിക് ആയതുകൊണ്ടാണ് ഇത്രയും സ്പീഡ് വരുന്നത്, ഇത്രയും തിരക്ക് വരുന്നത്. ഇവിടെ നമുക്കൊരു ഫാമിലി ജനറൽ പ്രാക്ടീസിൻ്റെ ഒരു ഡോക്ടർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു തോയ് മസാജ് ഉണ്ട്. ഇവിടെ മിക്കയിടത്തും ഇങ്ങനെ മസാജ് സെൻറ്റേഴ്സും കാര്യസും ഉണ്ട്. ഇതൊരു ഫ്രീഡം ഫ്യൂൽ എന്ന് പറഞ്ഞ റൈറ്റ് സൈഡ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫ്യൂൽ സ്റ്റേഷനാണ്. അത്ര ഫേമസ് അല്ല ഇവിടുത്തെ ഒരു ലോക്കൽ ഫ്യൂൽ സ്റ്റേഷൻ എന്ന് പറയാം. പക്ഷേ അവിടെ ഇപ്പം പൊതുവെ എനിക്കുന്ന റേറ്റ് കുറവാണ്. റേറ്റൊക്കെ ഞാൻ ആ 7-Eleven ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഫ്യൂവലിൻ്റെ വില എത്രയാണ്, നാട്ടിലെ ഫ്യൂവലിൻ്റെ വില എത്തിയാൽ നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ ആ ഫ്യൂൽ സ്റ്റേഷനിൽ കയറുവാണ്. ജസ്റ്റ് നിങ്ങളാവുന്ന വ്യൂ ഒന്ന് കണ്ടാവാം. 7-Elevenലേക്ക് നമ്മൾ കയറുവാണ്. നമുക്ക് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു 7-Eleven ഫ്യൂൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കോഫിയും കാര്യങ്ങളുള്ള ഡീറ്റെയിൽസ് കാണാം. ഇവിടെ 1, 2, 3, 4, 5, 6 പമ്പാണ് ഈ ഒരു ഫ്യൂൽ സ്റ്റേഷനിൽ. ഇവിടെ നമ്മൾ വലിയ തിരക്കുള്ള ഒരു ഫ്യൂൽ സ്റ്റേഷനാണ് ഇവിടെ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ 7-Eleven എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ എങ്ങനെയാണ് ഒരു കാപ്പി കുടിക്കുന്ന കാര്യം കാണാൻ പറ്റും. നമുക്കിവിടെ $1, $2, $3 3 കപ്പുകളുണ്ട്. $3 3 കപ്പുകളുണ്ട്. നമ്മളിപ്പോൾ $1 കപ്പ് എടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ കാപ്പി എടുക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യണം.
കപ്പ് ജസ്റ്റ് ഞാൻ ഇവിടെ വെച്ചു. ഷുഗർ നിന്ന് 2 പാക്കറ്റ് വരും. പക്ഷേ ഞാൻ ജസ്റ്റ് 2 പാക്കറ്റ് ഷുഗർ എടുക്കണം. ഇത് പൊളിച്ച് നമ്മൾ ഈ ഷുഗർ കാപ്പി കപ്പിനകത്ത് ഇടുകയാണ്. ഷുഗർ ജസ്റ്റ് പിന്നെ തക്കണം അടുത്ത്. $1 ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ $1 ഓപ്ഷൻ ഉണ്ട്. $1 ഞാൻ ഞെക്കും. അതിനുശേഷം നമുക്ക് വേണ്ട കാപ്പി ഏതാ ഫ്ലാറ്റ് വെയിറ്റിൽ ഞെക്കും. ഇതുവരെ ഇങ്ങനെ കാപ്പി വരും. ഇതിന് പാലൊക്കെ ഫില്ല് ചെയ്യുന്നത് ഇതിൻ്റെ സൈഡിലാണ് കേട്ടോ. പാല് ഫില്ല് ചെയ്യുന്നത് ഇതിനകത്താണ് പാല് ഫില്ല് ചെയ്തത്. അതാണ് കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റോർ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇനിയിപ്പോൾ നമ്മൾ ഇതിനൊന്ന് നല്ലതായിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഇവിടെയാണ് ഇതിൻ്റെ അടപ്പെന്നുള്ളത്. ഈ അടപ്പെടുത്തിട്ട് ഈ അടപ്പൊന്ന് ടൈറ്റാക്കി അടയ്ക്കും. ഇതാണ് ഇവിടുത്തെ കാഴ്ച. അങ്ങനെയാണ് ഓസ്ട്രേലിയയിലെ ഏറ്റവും സ്വാദിഷ്ടമായ കാപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് പറ്റി മനസ്സിലായി കാണും. അതാണ് ഇവിടെ കാണിക്കുന്നത്. ടേസ്റ്റിംഗ് ഈസ് ബിലീവിംഗ്. ഇതോടുകൂടി ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.